ഗായ്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടോ, ഹോട്ട് എയർ ബലൂൺ പോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ടാക്കണം. ഒരു ഗ്ലാസ് എടുത്ത് പകുതി കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ നടുക്കൊരു തുളയിട്ടിട്ട് അതിൽ കൂടി ഒരു ബലൂൺ കയറ്റി വീർപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് എയർ ബലൂൺ പോകുന്ന പോലെ പോകുന്ന പറയുന്നത്. അപ്പൊ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനപ്പോ അതെല്ലാം നേരത്തെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, വീർപ്പിച്ചാൽ മാത്രം മതി. അമ്മേ, എന്തൊട്ട് ബലൂൺ വീർക്കളല്ലോ. ചെറിയ സംശയം. എനിക്ക് പണ്ടോട്ടെ ബലൂൺ വെച്ച് എക്സ്പെരിമെന്റ് പേടിയാണ്ട് അറിയാലോ. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് കെട്ടുവോ? ചുമ്മാ വിടൂ, കെട്ടി അങ്ങനെ പോവല്ലേ? അതെ, സത്യം. ഇപ്പൊ എന്റെ അവസ്ഥ ഉണ്ടല്ലേ, കെട്ടിന് മുമ്പ് എത്ര ഫ്രീ ആയിട്ട് ഫ്രീ പക്ഷിയായിരുന്നു ഞാൻ. കെട്ടിന് ശേഷം കണ്ടില്ല എന്റെ അവസ്ഥ ഇടല്ലേ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എടാ, എന്റെ തല തൊപ്പിയില്ലാത്ത നിനക്ക് കണ്ടുകൂടാ അസിസ്റ്റന്റ്? തന്റെ തലക്കകത്ത് ബുദ്ധിയുടെ കാണുന്നുണ്ടേലി ഇവിടെ പറയാറുണ്ടോ? പിന്നെ തൊപ്പി വിടട്ടെ. ഓ, വൈഡ് വെക്ക്, നല്ല മേപ്പോട്ടോണ് കിട്ടത്തുള്ളൂ. ഇവിടെ ഞാൻ നേരെ അങ്ങ് വിടാം. 3, 2, 1. ഞാനേ ഒന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വരാവേ. എന്താ ഇവിടുന്ന് എന്തോ ഒരു ബലൂൺ അപ്പുറത്തേക്ക് പോയി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എയർപോർട്ടായിരുന്നല്ലേ പോണ്ടത്? ഒന്നുകൂടി. അയ്യോ അല്ലടാ, താഴെ കുഴിച്ച് പതാളത്തിൽ പോയിട്ട് മാവേലി കണ്ടിട്ട് ഹായും പറഞ്ഞ് തിരിച്ചു പോരും. റെഡി? ഓ ഓ ഉണ്ടാക്കും ഉണ്ടാക്കും. 3, 2, 1. കിട്ടിയാ കോപ്പ. ഇതാണ് ഹോട്ടൽ ബലൂണ്. അവര് അങ്ങനല്ലോ, ഇത് മേളങ്ങ് മുട്ടിയില്ലല്ലോ. അതിന് മുമ്പ് കുഴപ്പമില്ല. അവര് വലിയ ബലൂണ നിർമ്മിച്ചത്, കുഞ്ഞു ബലൂണ. പൊട്ട അസിസ്റ്റന്റ് പൊട്ട ബലൂണ വന്നേ. എന്റെ പൊട്ട മുതലാളിക്ക് പൊട്ട ബലൂൺ മതി. കണ്ടോ ഗായ്സ്, ഇത് നമ്മള് ഔട്ട്ഡോർ പുറത്തേക്ക് വിടുവാണെങ്കിൽ ഇത് നല്ല ഹൈറ്റിൽ പോകും. എന്നിട്ട് ഇതിപ്പോ ഒരു പകുതി പോലും പോയിട്ടില്ലല്ലോ മേളില്. ഈ ബ്ലഡി ദരിദ്രവാസി അസിസ്റ്റന്റിനോട് ഞാൻ ഉച്ചയ്ക്ക് 3 മണി തൊട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അവന്റെ വർക്കായിട്ട് ഞാൻ ഇപ്പൊ വരും, ഞാൻ പാലോട്ട് സിഗ്നലാണ്, ഞാൻ എടപ്പള്ളി സിഗ്നലാണ്, ഞാൻ വൈറ്റ്ല സിഗ്നലാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് കയറി വന്നത് 7 മണിക്കാണ്. പിന്നെ എങ്ങനെ ഞാൻ ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യും? ഇയാൾക്ക് വേണമെങ്കിൽ സൂര്യനോട് ഇച്ച് താമസിച്ച് അസ്തമിക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ എന്റെ ഈ ഡ്രസ്സ് ഇതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ബ്ലാക്ക് കാർഗോ പാന്റ്, ബനിയനും താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അവന്റെ ആണെന്ന് തോന്നുന്നു, വരും എനിക്ക് ഓർമ്മയില്ല. ഇട്ടിരുന്ന പാന്റും ഉടുപ്പും എന്റെയാണ്. നീ ആരുടെ പാന്റ് ഇട്ടേക്കുന്നത്? എന്റെ. അത് എന്റെ പാന്റ്. എന്റെ പാന്റ്. ഞാൻ എന്റെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച എന്റെ പാന്റ് താൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ എന്റെ കണികുത്തിയേ, അയ്യോ ഒരു പാന് മലയാളി. ഇപ്പൊ ചത്തിട്ടുണ്ട്. അപ്പൊ ബൈ ദ വേ, ഈ എക്സ്പെരിമെന്റ് സക്സസ്. ടാറ്റാ.